നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മളിന്ന് കാണാൻ പോണത് നമ്മുടെ ഈ ഒരു സമ്മർ സ്കിൻ കെയറിൽ നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് ഹാക്സുകളാണ്. അതേപോലെ ഡ്രൈനെസ് ഒക്കെ കുറച്ച് നല്ല സോഫ്റ്റ് ആക്കാനും സ്കിൻ ബ്രൈറ്റ് ആക്കാനും ഒപ്പം നമുക്ക് ആ ഒരു നാച്ചുറൽ തിളക്കവും ബ്രൈറ്റ്നെസ് ഒക്കെ നമുക്ക് കിട്ടുക, ടാനൊക്കെ മാറുക. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമായിട്ട് നമ്മളിന്ന് കാണാൻ പോണേ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് നമുക്ക് അലോവേര, അതായത് നമ്മുടെ കറ്റാർ വാഴ ഫ്രഷും ആയാലും കുഴപ്പമില്ല, ജെല്ലാണെങ്കിലും കുഴപ്പമില്ല, ഫ്രഷാണ് ഏറ്റവും എപ്പോഴും നമ്മൾ ഫസ്റ്റ് എന്താ പറയുക നമ്മൾ പറയാം കേട്ടോ. അപ്പോൾ ആ ഫ്രഷ് സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സീസണാണ് ഈ ഒരു ചൂടുകാലം എന്ന് പറയുന്നത്. തലയിലായിക്കോട്ടെ, അതുപോലെ നമ്മുടെ ഫേസിലായിക്കോട്ടെ, നമ്മുടെ ബോഡിയിലായിക്കോട്ടെ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ, നല്ല നമുക്കൊരു ശരിക്കും നമുക്ക് അതിൻ്റെ ഗുണം കറക്റ്റ് നമുക്ക് കിട്ടും, നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ. ഈ ഒരു സമ്മർ സീസണിൽ, ബാക്കി സീസണിലും ചെയ്യാം, പക്ഷെ നമുക്ക് അതിൻ്റെ ഗുണം കൂടുതൽ കിട്ടുന്നത് ഈ ഒരു വേനൽക്കാലത്താട്ടോ. തലയ്ക്കാണെങ്കിലും ബോഡിയിലേക്കാണെങ്കിലും ഫേസിലേക്കാണെങ്കിലും സ്കിന്നിലേക്കൊക്കെ. അപ്പോൾ നമുക്കിത് ലിപ്സിന് ഉപയോഗിക്കാം, ബോഡിയിൽ ഉപയോഗിക്കാം, ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം. നമുക്ക് എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് നല്ലൊരു ഓയിലിംഗ് എന്താ പറയുക മസാജ് സംഭവമായിട്ട് ജെല്ലൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഓയിലിന് പകരം നമ്മുടെ കുളിക്കണേ മുന്നേ തേച്ചിട്ട് നമുക്ക് ഉണങ്ങി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴുകുക, അങ്ങനെ ഉപയോഗിക്കാം. അതേപോലെ നമ്മുടെ ചുണ്ടിലത്തെ കറുപ്പ് മാറി ചുണ്ടുവിൽ ചെറിയ ചെറിയ ചുളിവുകൾ ഉണ്ടാവില്ലേ, അപ്പോൾ അത് മാറാൻ. പിന്നെ അതുപോലെ മുടി നല്ല ഭയങ്കരമായിട്ട് ഫ്രിസി ആയിട്ട് നിറയെ അഴുക്ക് പിടിച്ചിരിക്കുന്ന ഒരു ഇത് നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ അതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്കിതൊരു മുടി നല്ല തിളക്കവും നല്ല ഒതുക്കവും കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതും അലോവേര വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ നല്ലൊരു ഫേസ് ബ്രൈറ്റനിങ് പാക്ക്, അപ്പോൾ അത് ചെയ്ത് നോക്കുക നിങ്ങൾ എന്തായാലും കണ്ടിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കറ്റാർവാഴ അല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ വീട്ടിലില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചമരുന്ന് കടയില്ലേ, നമ്മുടെ ആയുർവേദ ഷോപ്പ് അങ്ങാടിക്കട, അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് മേടിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം അതൊന്നും ഇങ്ങനെ കുത്തിച്ചാരി വെക്കുക. കാരണം ചില ഇതൊരു മഞ്ഞ കളറിലുള്ള ഒരു ദ്രാവകമുണ്ട്, ഒരു കളറിലുള്ള ഒരു ലിക്വിഡ്. ആ ലിക്വിഡ് ഒന്ന് പോയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ചിലർക്ക് അത് അലർജിയാണ്, പരമാവധി അത് ഒഴിവാക്കിയിട്ട് അത് കുറച്ച് നേരം ഒന്ന് ചാരി വെച്ചാൽ ഇതിങ്ങനെ പോയിക്കോളും. അപ്പോൾ അതിങ്ങനെ കണ്ടില്ലേ ഒരു കളർ വരുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കതൊന്ന് അങ്ങനെ വെക്കാം. അപ്പോൾ നിങ്ങൾക്കിത് അലോവേര ഫ്രഷ് ഇല്ലെങ്കിൽ ജെല്ല് എടുക്കാം കേട്ടോ, എപ്പോഴും ഫ്രഷ് ആണ് നല്ലത്. നമ്മുടെ ഈ ഒരു സീസണിൽ നമുക്ക് ചർമ്മം വെള്ളത്തിൻ്റെ കുറവുകൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി വരണ്ടു പോവും, അതേപോലെ നമുക്ക് ആ തിളക്കൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതിനൊക്കെ അലോവേര ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ കുറേ പേര് വീട്ടിൽ ഇപ്പോൾ അലോവേര ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ അലോവേര കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു സെൻറ്ററിലത്തെ പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു ജെല്ല് പോർഷൻ, അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പോവാണ്. ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അരച്ചെടുക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ഓയിലിന് പകരം നമ്മുടെ ബോഡി ബ്രൈറ്റനിങ്, ടാൻ റിമൂവിങ്ങിന് നമുക്കൊരു എന്താ പറയുക ബോഡി മസാജിങ് ജെല്ല് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ, അങ്ങനെ ഏത് ടൈപ്പിലുള്ള നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന മഞ്ഞൾ എടുക്കാം. ഞാനിവിടെ പച്ചമഞ്ഞൾ പൊടിച്ചതാണ് എടുക്കുന്നത്. നിങ്ങൾക്കിതിൽ നമ്മുടെ വീട്ടിൽ ഒറിജിനൽ, അതായത് നമ്മുടെ റോ മെറ്റീരിയൽ, അതായത് പച്ചമഞ്ഞൾ പൊടിയല്ലാണ്ട് പച്ചയ്ക്ക് തന്നെ ഉണ്ടെങ്കിൽ അത് ചതച്ചതിൻ്റെ നീരെടുത്താൽ മതി. അതിലേക്ക് ഒരു നുള്ള് പച്ചമഞ്ഞൾ എടുത്തിട്ടില്ല, അതിലേക്ക് നമ്മുടെ അലോവേര നമ്മൾ അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഞാൻ ഒരു നുള്ളിന് 1 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു കണക്കിന് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് കുറച്ച് അധികം റെഡിയാക്കാം. അപ്പോൾ ജസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കാം. നമ്മുടെ ബോഡിയിൽ നമുക്ക് ഡെയിലി വേണമെങ്കിൽ ഡെയിലി തേച്ചിട്ട്, എണ്ണയ്ക്ക് പകരം തേച്ചിട്ട് നമുക്ക് കുറച്ച് നേരം വെച്ചിട്ട് കുളിക്കാം കേട്ടോ. അത് നല്ലതാണ് ഈ ഒരു സീസണിൽ. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരു ബോട്ടിൽ റെഡിയാക്കിയിട്ടുണ്ട്, കാരണം നമുക്ക് ടാനൊക്കെ കൂടുന്ന സമയമാണ്. അപ്പോൾ ഞാൻ എന്നും തേച്ചില്ലെങ്കിലും ആഴ്ചയിൽ 1-2 തവണയൊക്കെ എടുത്ത് തേക്കാം എന്നുള്ള ഐഡിയയിൽ ഞാൻ കുറച്ച് കൂടുതൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ലിപ്സിന് ഉപയോഗിക്കാം, അതേപോലെ തന്നെ നമുക്കിത് നമ്മുടെ ഫേസിൽ ഉപയോഗിക്കാം. പിമ്പിൾ മാർക്ക് മാറാനായിട്ട് നമുക്ക് രാത്രി കിടക്കുമ്പോൾ ഉപയോഗിക്കാം. അപ്പോൾ കുറേ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷെ ഫ്രിഡ്ജിൽ വെക്കണം. നമ്മൾ നാച്ചുറലായിട്ടുള്ള അലോവേരയിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ എൻ്റെ കൈമയും കാലുമയും തേക്കുന്നുണ്ട്. വളരെ നല്ലതാണ്. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ആഴ്ചയിൽ 1 തവണ, വീട്ടിൽ സ്ഥിരമായിട്ട് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 ദിവസമൊക്കെ അടുപ്പിച്ച് തേക്കാം, കുഴപ്പമില്ല. ഇപ്പോൾ ഡെയിലി തേക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും തേച്ച് കൊടുക്കാം കേട്ടോ. അലോവേര മഞ്ഞൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ലിക്വിഡ് ടൈപ്പ് ആണെങ്കിൽ അങ്ങനെ വെക്കാം, അല്ല നമുക്കൊരു ക്രീമാണ് ജെല്ല് ടൈപ്പ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് റെഡിയാക്കിയിട്ട് ക്രീം ടൈപ്പിൽ റെഡിയാക്കിയിട്ട് അങ്ങനെയും വെക്കാം. നന്നായിട്ട് എല്ലാവരുടെയും തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ ബോഡി ഫുള്ളായിട്ട് നമുക്കിത് എണ്ണ തേക്കണ മാതിരി തേക്കാം. ചിലർക്ക് എണ്ണ തേക്കാൻ മടി ഉണ്ടാവും, അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് എന്തായാലും മേല് തേച്ച് കുളിക്കാനായിട്ട് നമുക്ക് അലോവേര ഒരു ബാത്ത് ക്രീം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ക്രീം റെഡിയാക്കാനായിട്ട് നമ്മുടെ അലോവേര വേണം, നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ കുറച്ചധികം. അപ്പോൾ നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. ഓട്സ് നമ്മുടെ സ്കിന്ന് നാച്ചുറലി ഗ്ലോ കൊണ്ടുവരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നല്ലൊരു സോഫ്റ്റ് സ്മൂത്ത് ആക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇത് ചെയ്ത് കഴിയുമ്പോൾ നല്ല സൂപ്പർ സ്മൂത്ത് ആയിരിക്കും നമ്മുടെ കൈയും കാലൊക്കെ. ആ ഒരു എന്താ പറയുക, ചിലരുടെ സ്കിന്ന് ഭയങ്കര
ഭയങ്കര വരണ്ട ഒരു അതി പരുപരക്കനായിരിക്കും. അതൊക്കെ നമുക്ക് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. ആവശ്യത്തിന് ഓട്സ് എടുക്കാം. അതിലേക്ക് നമുക്ക് വേണ്ടത് ചൂടുവെള്ളമാണ്. നല്ല തിളച്ച വെള്ളമില്ല, ഞാനിവിടെ ഗ്ലാസ്സിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തിളച്ചതാട്ടോ, നല്ല ചൂടുണ്ട്. അത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ വെള്ളം ആവരുത്, ഒരു ക്രീമി പേസ്റ്റ് ആവണ മാതിരി ഈ ഓട്സ് ഒക്കെ മുങ്ങി കിടക്കണ പോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഓട്സ് അതിൽ കിടന്ന് വേവും. അത്രയ്ക്ക് ചൂട് വേണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം ഒഴിച്ചിട്ട് ജസ്റ്റ് ഓട്സ് ഒന്ന് മുങ്ങി കിടക്കാൻ പാകത്തിന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ അലോവേര നമ്മൾ അടിച്ചു വെച്ചത്, ഇപ്പോൾ കുറേ പേരുടെ വീട്ടിൽ, ഞാൻ മിക്ക വീട്ടിലും കാണൂട്ടോ അലോവേര. അപ്പോൾ ഇങ്ങനെ വെറുതെ നിന്ന് നശിച്ചു പോണേക്കാളും ചിലരത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ഉപയോഗിക്കണമെന്ന് അറിയണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ വീട്ടിലിരിക്കുന്ന കുറച്ച് സമയം മതി കേട്ടോ അതിന്. അപ്പോൾ അലോവേര ഒഴിച്ചു കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ഒരു കാര്യം കൂടി വേണം. മഞ്ഞൾ അലർജി ഇല്ലാത്തവർക്ക് മഞ്ഞളുടെ, അതായത് കസ്തൂരി മഞ്ഞളോ നമ്മുടെ പച്ചമഞ്ഞളുടെ പൊടിയോ അങ്ങനെ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് കുട്ടികളെയും തേച്ച് കുളിപ്പിക്കാൻ നല്ലതാണ്. ഈ ഒരു ടാൻ ഒക്കെ അടിക്കുന്ന സീസണാണ് നമ്മുടെ. ഒരു നുള്ള എടുക്കണുള്ളൂ ഞാൻ, അതുകൊണ്ട് കൈ കൊണ്ട് കാണിക്കണം, അധികമൊന്നും വേണ്ട. നമുക്ക് വല്ലാണ്ട് മഞ്ഞപ്പ് നമ്മുടെ ബോഡിയിൽ പിടിക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നുള്ള്. നിങ്ങളുടെ വീട്ടിൽ പച്ചമഞ്ഞൾ, അതായത് നമ്മുടെ പച്ചയ്ക്ക് തന്നെ ഉണ്ടെങ്കിൽ അതിൻ്റെ നീരൊഴിച്ചാലും മതി. നന്നായിട്ട് വീട്ടിൽ നിന്ന് പറിച്ചിട്ട്, ചിലവരെ വീട്ടിലുണ്ടാവും. അപ്പോൾ നേരിട്ട് പറമ്പിൽ നിന്ന് പറിച്ചിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി ഒന്ന് ചതച്ചെടുത്ത് അതിൻ്റെ നീര് കിട്ടും. ഈസിയാണ്. അതാണെങ്കിലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പച്ചമഞ്ഞൾ പുഴുങ്ങി ഉണക്കി പൊടിച്ചത് നമ്മളിവിടെ മേടിച്ച് വെക്കേണ്ട ഉള്ളിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ്. അപ്പോൾ നല്ലതാട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കുറച്ചും കൂടി അതിൻ്റെ കളറൊക്കെ പിടിച്ച് നമ്മുടെ ഓട്സ് ഒക്കെ നന്നായി അതിൽ കിടന്ന് ചൂടുവെള്ളത്തിൽ കിടന്ന് വേവും. അപ്പോൾ ചൂടോട് കൂടി തേക്കൊന്നും വേണ്ട. നമ്മൾ കുളിക്കണ എപ്പോഴാണോ വെച്ചാൽ ആ സമയത്ത് നമുക്കത് എടുത്തുകൊണ്ട് പോയിട്ട് കുട്ടികളെയും തേച്ച് കുളിപ്പിക്കാം, നമ്മളും തേക്കാം. ജസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കുന്നുണ്ട്. നമ്മുടെ കൈമയും കാലുമയും ഒന്ന് നന്നായിട്ടൊന്ന് വെള്ളം നനച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ മുന്നത്തെ ആ ഒരു മസാജിങ് ജെല്ല് തേച്ചിട്ട് കുറച്ച് നേരം വെക്കണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുള്ളൂ. എന്നിട്ട് നമ്മുടെ ഈ ഒരു നമ്മൾ കുളിക്കാൻ എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുള്ള ഈ അലോവേര ബാത്ത് ക്രീം നമ്മൾ എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ തേച്ച് നമ്മുടെ ബോഡി ഫുള്ളായിട്ട് തേച്ച് കുളിക്കുക. അപ്പോൾ ഇത് ചെറിയൊരു കുഞ്ഞു രീതിയിൽ മൈൽഡ് നമുക്കൊരു സ്ക്രബ് എന്ന് പറയാൻ പറ്റില്ല. നമുക്കറിയാലോ ഓട്സ് വെന്ത് കഴിഞ്ഞാൽ എത്രത്തോളം അതൊരു പേസ്റ്റ് മാതിരിയാവും. അതന്നെ അങ്ങനെ ഇരിക്കും. നമ്മളിത് അതായത് വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നില്ല എന്ന് മാത്രം, തിളച്ച വെള്ളത്തിൻ്റെ കൂടെ ഒഴിച്ച് വെക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് റിസൾട്ട് കൂടുതൽ കിട്ടണം കേട്ടോ. ആ ഒരു ചൂടുവെള്ളം തന്നെ ഒഴിക്കണം. പക്ഷെ ചൂടോട് കൂടി മേത്ത് തേക്കൊന്നും വേണ്ട, അത് ശ്രദ്ധിക്കണേ. അത് ചൂടാറിയിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ചൂടാറിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ കൈമയും കാലുമൊക്കെ തേച്ച് നന്നായിട്ട് വൃത്തിയായി നമ്മൾ വെള്ളമൊഴിച്ച് കഴുകി കുളിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് നമുക്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും. നമുക്ക് ഈ വെള്ളത്തിൻ്റെ കുറവൊക്കെ നന്നായിട്ട് ഉണ്ടാവും ഈ ഒരു ചൂടുകാലത്ത്. അപ്പോൾ നമുക്ക് ആ ഡ്രൈനെസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും, അങ്ങനെ വരണ്ടിരിക്കണ പോലെ. അത് മഞ്ഞാലത്താണെങ്കിലും ചെയ്യാൻ പറ്റിയതാ കേട്ടോ. പക്ഷെ അലോവേര തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ നമുക്ക് സൂപ്പറാണ് ഉപയോഗിക്കാൻ. നന്നായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി കളയുക. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ടാനൊക്കെ മാറി നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നല്ല ബ്രൈറ്റനിങ് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് കുട്ടികൾക്കും കൂടി, അതായത് ഇങ്ങനെയൊക്കെ തേച്ച് കുളിക്കാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും കൂടി നമുക്ക് കൈമയും കാലുമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തീരെ പൊടി കുഞ്ഞുങ്ങൾക്കല്ല, നമ്മുടെ കൂടെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള, അതുപോലെ നമുക്കൊരു 5 വയസ്സ് ഒക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്കും തേച്ച് കുളിപ്പിക്കാം. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിലും കൂടിയിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കയ്യിൽ, അപ്പോൾ ഞാൻ ഫേസിലിട്ടേക്കണ ഫേസ് പാക്കിൻ്റെ വീഡിയോ ഇതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട് കേട്ടോ. അതായത് ഞാൻ അതും കൂടി തേച്ചിട്ടാണ് കയ്യിൻ്റെ എടുത്തത്, കാരണം ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പിന്നാലെ വരുന്നുണ്ട്. നമ്മുടെ നെക്സ്റ്റ് അതാണ് കാണിക്കുന്നത്, ഫേസ് പാക്ക്. നന്നായിട്ടൊന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൈമയൊക്കെ ചിലർക്ക് വണ്ടിയൊക്കെ ഓടിച്ചു പോകുന്നവരും ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കൈയൊക്കെ ഭയങ്കരമായിട്ട് കറുത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ചെയ്യാൻ നല്ലതാണ്. പിന്നെ എണ്ണ തേക്കാൻ മടിയുള്ളവർക്ക് നമ്മുടെ മസാജിങ് ജെല്ല് ഇട്ടിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഇതങ്ങോട്ട് തേച്ച് കുളിച്ചാൽ മതി. ഈ ഒരു സീസണിലത്തെ എണ്ണയാണ് ഈ സീസണിലത്തെ നമുക്ക് ടാനോ കാര്യങ്ങളൊക്കെ മാറും. അപ്പോൾ ചേട്ടനാണെങ്കിൽ വെള്ളം ഒഴിച്ച് തരണം. ചേട്ടന് വെള്ളം ഒഴിക്കാൻ ശരിയാവാണ്ട് തന്നെ മേലെ ഫുള്ള് നനച്ചുവിട്ട. ലാസ്റ്റ് ഞാൻ തന്നെ പൈപ്പ് വാങ്ങിയിട്ട് ഞാൻ തന്നെ കഴുകി. എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കലും നമ്മുടെ ഈ ഭാഗത്ത് അങ്ങനെ പൈപ്പില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈപ്പിന് ചോട്ടിൽ തന്നിരിക്കാനും പറ്റില്ല. പിന്നെ ഒരു വട്ടയെ കൊണ്ടുപോയിക്കാന്ന് വെച്ചാൽ നമ്മുടെ ടിപ്പും ബ്രിട്ടോനെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്താ വെച്ചാൽ ഞാനൊരു പൈപ്പ് കൊണ്ടുവച്ചിട്ട് ഞാൻ തന്നെ കഴുകി വൃത്തിയാക്കുന്നതാണ് എടുത്തത്. അപ്പോൾ ചേട്ടൻ അവസാനം എൻ്റെ വന്നിട്ട് പോയി, നീ തന്നെ ചെയ്തോന്ന് പറഞ്ഞിട്ട്. ശരിയാവുണ്ടായിരുന്നില്ല, മേല് ഫുള്ള് നനയായിരുന്നു. അതുകൊണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഗ്ലോ നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് നമ്മുടെ ഫേസ് പാക്കാണ് ഇതിന് വെച്ചിട്ട്. ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. നല്ലൊരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്കാണ്. 2 കൂട്ടം മതി. നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് അരച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അലോവേര ജെല്ല്, ഇതിപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരു ദിവസം ചെയ്താലും മതി, ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി. കുറച്ച് അലോവേര ഒരു ദിവസം ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അലോവേര എടുത്ത് അങ്ങോട്ട് നന്നായിട്ട് പഴുപ്പൊക്കെ എടുത്ത് അരച്ച് വെച്ച് ഈ കാര്യങ്ങളൊക്കെ ഒറ്റ ദിവസം ചെയ്യാവുന്നേ ഉള്ളൂ. എന്നും ചെയ്യണം നിർബന്ധമില്ല. ചിലർക്ക് നമുക്കിപ്പോൾ വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ എന്നും ചെയ്യാം, നല്ലതാണ്. എത്രത്തോളം നമ്മൾ ചെയ്യണം അത്രത്തോളം നമുക്ക് ഗുണം കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് നമ്മൾ അപ്ലൈ ചെയ്ത് തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഉണങ്ങുമ്പോൾ നമുക്കിത് കഴുകിക്കളയാം, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു മസാജിങ് ജെല്ലില്ല നമ്മുടെ ചുണ്ടിലും കൂടി ഇടാട്ടോ. രാത്രി ഇട്ട് കൊടുക്കാൻ നല്ലത്. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണിക്കണമെന്ന് മാത്രം. അതിൽ നിന്ന് കുറച്ചെടുക്കുക. ഇത് നമുക്ക് കുരു ഉള്ളിടത്ത് ഇട്ടിട്ട് കിടന്നുറങ്ങാം ഈ ഒരു മിക്സ്. അതേപോലെ നമ്മുടെ അലോവേരയും മഞ്ഞളും, അതേപോലെ കുരു മാറിയിട്ട് പാടുള്ളവർക്ക് നമുക്ക്
തേച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ ഫേസിൽ നമുക്ക് കണ്ണിന് ചോട്ടിലൊക്കെ കരിമംഗല്യം പോലെ വരില്ലേ, അങ്ങനെയുള്ളവർക്ക് ഇത് തേച്ച് കൊടുക്കാം. ഉപയോഗിക്കുന്നുള്ളവർക്ക് കേട്ടോ. നമ്മൾ പറയുമ്പോൾ ചിലവരൊന്നും ഇത് ഉപയോഗിക്കാത്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാലാണ് അതിന് ഗുണം കിട്ടുള്ളൂ. 2 ദിവസം ചെയ്തു പിന്നെ മടിയായി നിന്ന് കഴിഞ്ഞാൽ കരിമംഗല്യം പോലത്തെയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കണം, എന്നാലാണ് അത് മാറുള്ളൂ. കാരണം അതൊക്കെ കുറച്ച് പാടാണ് മാറാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ലിപ്സിൽ അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് കുറച്ച് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ ലിപ്സിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഫേസ് പാക്ക് ഉണങ്ങിയിട്ട് നല്ലൊരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇതിന് പകരം ഈ മഞ്ഞൾ ഈ ഒരു ക്യാരറ്റിന് പകരം മഞ്ഞൾ ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്ക് മഞ്ഞൾ മുഖത്ത് പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ക്യാരറ്റ് ഇട്ടത്. ഞാൻ മിക്കതും മഞ്ഞളിന് പകരം ക്യാരറ്റ് ഉപയോഗിക്കാറ്. കാരണം എനിക്ക് മഞ്ഞൾ പറ്റാറില്ല, മഞ്ഞൾ ഫുള്ള് കുരു വരുന്നതാണ്. ബോഡിയിൽ കുഴപ്പമില്ല, പക്ഷേ ഫേസിൽ നല്ല അടിപൊളിയായിട്ട് കുരു വരും. അപ്പോൾ എന്തായാലും നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ചുണ്ടും കൂടി ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുക. അതിപ്പോൾ രാത്രി നമ്മൾ ബ്രഷ് ചെയ്യണ സമയത്ത് പല്ലൊക്കെ തേച്ച് കഴിയുമ്പോൾ ഈ ഒരു മിക്സ് എടുത്തിട്ട് കുറച്ച് ചുണ്ടിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം ഇട്ടിട്ട് തന്നെ തുടച്ച് കളഞ്ഞാലും മതി. നമ്മുടെ ചുണ്ടിൽ ഇങ്ങനെ ചെറിയ ചെറിയ വരകൾ ഉണ്ടാവില്ലേ, കുറേ അധികം ചുക്കി ചുളിഞ്ഞിരിക്കുന്നത്, അത് പോകാനായിട്ട് അലോവേര ജെല്ല് ഭയങ്കര നല്ലതാണ്. നമുക്ക് ജെല്ലാണെങ്കിലും രാത്രി കിടക്കുമ്പോൾ ചുണ്ടിൽ തേച്ച് കിടക്കാം. വേണമെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഡ്രോപ്പ് വിറ്റമിൻ ഇ ക്യാപ്സൂൾ ഇട്ടാൽ നല്ലൊരു ലിപ് ബാം പോലെ ആവും. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ചുണ്ടിൽ വരവിള്ളലും കാര്യങ്ങളൊക്കെ കുറയും. അടുത്ത് നമ്മുടെ ഹെയറിലത്തെ കാര്യം നോക്കാം. ഹെയറിൽ എന്ന് പറയുമ്പോൾ ഈ ഒരു സീസണിൽ നമ്മുടെ ഹെയറിൽ നമുക്ക് ഏറ്റവും നല്ലത് അലോവേരയും ഫ്ലാക്സീഡും മിക്സ് ആട്ടോ. നമുക്ക് അതിൻ്റെ കൂടെ എഗ് വൈറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ വീട്ടിൽ മുട്ട കഴിഞ്ഞിരിക്കുകയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ എഗ് വൈറ്റ് ഇട്ടിട്ടില്ല. എൻ്റെ പാക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, എഗ് വൈറ്റും തേങ്ങാപ്പാലുമാണ്. അപ്പോൾ അത് ഞാൻ നോക്കുമ്പോൾ മുട്ട ഉള്ളത് ചേട്ടൻ ഇന്നലെ എടുത്തു. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ എടുക്കണമെന്ന് ഞാൻ ചേട്ടനോട് പറയാനും മറന്നുപോയി, ആളെടുത്ത് ഞാൻ കണ്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്ലാക്സ് സീഡ് നന്നായിട്ട് നമ്മൾ എടുത്തിട്ട് കുറച്ചെടുത്ത് നന്നായി പൊടിച്ചെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഫ്ലാക്സ് സീഡ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ജെല്ല് എടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി നന്നായി പൊടിച്ചെടുത്തിട്ട് അത് ഈ ഒരു അലോവേരയുടെ കൂടെ മിക്സ് ചെയ്തു എന്ന് മാത്രം. ഞാനും അമ്മയും ഇടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഫ്ലാക്സ് സീഡ് പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ ജെല്ല് എടുക്കുക. അങ്ങനെ ഏതായാലും മതി. അലോവേര ജെല്ല്, ഫ്ലാക്സ് സീഡ് ജെല്ല്, അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് പൊടിച്ചത് പ്ലസ് അലോവേര ജെല്ല്, ഇത്രയും മതി. അപ്പോൾ ഞാൻ ആ ചൂടുവെള്ളം ഇരിക്കുന്നുണ്ടായിരുന്നില്ല, അത് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് തലയിൽ തേക്കണേ. ചൂടോട് കൂടി തേക്കണില്ല കേട്ടോ, കാരണം ഇതിൻ്റെ ജെല്ലൊന്ന് ഇളകിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തതാണ്. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കെടുത്ത് തലയിൽ അപ്ലൈ ചെയ്യാം. നമ്മുടെ മുടി നന്നായിട്ട് ഇങ്ങനെ വരണ്ടിരിക്കണ മുടി ഉണ്ടല്ലോ, നന്നായിട്ട് അഴുക്കൊക്കെ പോയി നല്ല നമ്മൾ വിചാരിക്കണ മാതിരി നല്ല സിൽക്കി ഷൈനി ആയിട്ട് കിടക്കും. പിന്നെ അതുപോലെ മുടി വളർച്ചയ്ക്കും നല്ലതാണ്. ഈ 2 മിക്സും കൂടിയിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളൊരു അരമണിക്കൂർ വെച്ചിട്ട് കഴുകി കളയാം. പിന്നെ ഈ ഒരു സീസൺ ആകുമ്പോൾ നമുക്ക് തണുപ്പിൻ്റെ പ്രശ്നമില്ല, നമുക്ക് നല്ല ചൂട് ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ലൊരു സിൽക്കി ഷൈനിയൊക്കെ ആവും. നിങ്ങൾക്ക് കൈയൊക്കെ നോക്കി അറിയാം കേട്ടോ, നല്ലൊരു ടാൻ റിമൂവലായിട്ടുണ്ട് കൈമയ്ക്ക്. നമുക്ക് ആ ഒരു മിക്സ് റെഡിയാക്കി ചെയ്തപ്പോൾ മുഖത്താണെങ്കിലും അത് നല്ലൊരു വ്യത്യാസമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു അലോവേര മിക്കവരുടെ വീട്ടിൽ കാണാം. നമ്മളിങ്ങനെ വെറുതെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കുറേ വീടുകളിൽ ഇങ്ങനെ അലോവേര. എല്ലാവർക്കും അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ അറിയണോണ്ട് എല്ലാവരും വളർത്തുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇവിടെ ഉണ്ട്, പക്ഷേ കൊച്ചാണ്, അത് പൊട്ടിക്കാറായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് മേടിച്ചത്. നന്നായിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, കുറച്ച് നേരം വെക്കുക, തലയോട്ടി നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ മുടിയുടെ റൂട്ട്സ് തുടങ്ങിയിട്ട് അറ്റം വരെ നന്നായി തേച്ച് പിടിപ്പിക്കുക. അതിന് ശേഷം കെട്ടി വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഷാമ്പൂ ഒന്നും ഇടുന്നില്ല, കാരണം എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളിപ്പോൾ എണ്ണ തേച്ചിട്ട് എണ്ണ തലയിൽ നിറയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല മൈൽഡ് ഷാമ്പൂ ഉപയോഗിക്കാം. അപ്പോൾ ഉണങ്ങിയിട്ട് കാണാം. അപ്പോൾ അത്യാവശ്യം ഉണങ്ങി നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കും. അത്യാവശ്യം ഉണങ്ങാമെന്ന് പറഞ്ഞാൽ അടിഭാഗം ഉണങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് വേറൊരു വീഡിയോ കൂടി എടുക്കാണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണമായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രം. മുടി നല്ല മാനേജബിൾ ആവും, നമ്മൾ വിചാരിക്കണ മാതിരി മുടി കിടക്കും. മുടി നല്ല സിൽക്കി ഷൈനി ആയിട്ട്. അപ്പോൾ ഈ ഒരു ഹാക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അലോവേര ഉണ്ടെങ്കിൽ ഒരു ദിവസം എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ബോഡിയിലെ മറ്റു ഭാഗങ്ങൾ കെയർ ചെയ്യണ പോലെ ചെയ്ത് നോക്കുക. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള അലോവേര വെച്ചിട്ടുള്ള ഹാക്കുകളാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മറിൽ സെപ്പറേറ്റ് എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.